പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന മഹാശക്തിയുടെ കരുത്ത് ലോകം തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. അമേരിക്കൻ അധിനിവേശ ശക്തികൾക്ക് തണലൊരുക്കുന്നവർക്കും ഇറാന്റെ മണ്ണിൽ കണ്ണുവെക്കുന്നവർക്കും ടെഹ്റാനിൽ നിന്നും ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. ഇറാനെ തൊടാൻ വന്നാൽ ആദ്യം കത്തുക ദുബായ് ആയിരിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് ശത്രുവിനെ എവിടെ തളയ്ക്കണമെന്ന കൃത്യമായ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. അമേരിക്കൻ പടയുടെ കരുത്തിൽ വിശ്വസിച്ചിരിക്കുന്ന UAEയും ബഹ്റൈനും ഇറാന്റെ ഈ ഡെഡ്ലി പ്രഖ്യാപനത്തിന് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ദുബായ് ഇറാന്റെ ലക്ഷ്യസ്ഥാനമാകുന്നത്? അതിന് ആഴത്തിലുള്ള തന്ത്രപരമായ കാരണങ്ങളുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അൽ ദഫ്ര പോലുള്ള വ്യോമതാവളങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് താവളമൊരുക്കുന്ന ഇടങ്ങളാണ്. ഇറാൻ മണ്ണിൽ ഒരു അധിനിവേശം നടത്താൻ അമേരിക്ക പദ്ധതിയിടുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ സുഹൃത്ത് ശത്രുവാണ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ അതിർത്തിക്കടുത്തുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ഇറാൻ സജ്ജമാണ്. ദുബായ് എന്ന ആഗോള വ്യാപാര കേന്ദ്രത്തെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ലോകത്തിന്റെ സാമ്പത്തിക നാഡീവ്യൂഹത്തെ തന്നെ നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കും. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ തുറമുഖമായ ജബൽ അലിയും ഇറാന്റെ മിസൈലുകളുടെ പരിധിയിലാണ്. ഹോർമുസ് കടലിടുക്കിന്റെ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദുബായ്ക്ക് നേരെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായാൽ മതി ആഗോള ഓഹരി വിപണിയും എണ്ണവിലയും തകിടമറിയാൻ. അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ഇതിലും വലിയൊരു ആയുധം വേറെയില്ല. ഭീഷണികൾ വെറും വാക്കുകളല്ല എന്ന് തെളിയിക്കാൻ എന്നോണം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈന്യം ഇതിനോടകം തന്നെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. MSC ഫ്രാൻസിസ്ക, സ്പാമിനോൺ ദാസ് എന്നീ കപ്പലുകൾ പിടിച്ചെടുത്തത് അമേരിക്കൻ പക്ഷത്തുള്ള രാജ്യങ്ങൾക്കുള്ള താക്കീതാണ്. കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി യാഥാർത്ഥ്യമായാൽ ലോകരാജ്യങ്ങൾ കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങും. സ്വന്തം രാജ്യം നേരിടുന്ന സാമ്പത്തിക ആഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. ഇറാന്റെ സൈനിക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ അതിന് സമാനമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കും എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾ ഒരു കാര്യം ഓർത്തുവെക്കുന്നത് നല്ലതാണ്. അമേരിക്കയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറാന്റെ ശത്രുത സമ്പാദിച്ചാൽ ഒരു യുദ്ധമുണ്ടായാൽ നിങ്ങളെ രക്ഷിക്കാൻ അമേരിക്കൻ പട ഉണ്ടാവില്ല. കാരണം അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രാദേശിക സഖ്യകക്ഷികളെ നേരിട്ട് ആക്രമിക്കുന്നതിലൂടെ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണ് ഇറാന്റെ നീക്കം. സമാധാനം ആഗ്രഹിക്കുന്നവരോട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനും ഇറാൻ തയ്യാറാണ്. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ 3 ഘട്ടങ്ങളിലുള്ള സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, അതിനുശേഷം മാത്രം ആണവ വിഷയങ്ങളിൽ സംസാരിക്കുക. ഇതാണ് ഇറാന്റെ ഫോർമുല. എന്നാൽ ട്രംപ് ഭരണകൂടം ഈ മാന്യമായ ഓഫർ അംഗീകരിക്കാൻ തയ്യാറാവാത്ത പക്ഷം ലോകം കാണാൻ പോകുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങൾക്കായിരിക്കും. ദുബായിലെ ആകാശ ഗോപുരങ്ങൾക്ക് മുകളിൽ ഇന്ന് യുദ്ധത്തിന്റെ നിഴൽ വീണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് തങ്ങളുടെ അധിനിവേശ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയും മറുവശത്ത് സ്വന്തം മണ്ണും അന്തസ്സും കാക്കാൻ പോരാടുന്ന ഇറാന്റെ വിപ്ലവ സൈന്യവും. ഈ പോരാട്ടത്തിൽ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഇറാന്റെ വിജയം ഉറപ്പാണ്. പശ്ചിമേഷ്യയുടെ സുരക്ഷ ഇറാന്റെ കൈകളിലാണ്. അത് തകർക്കാൻ ശ്രമിക്കുന്നവർ ചാരമായി മാറുമെന്നതിൽ തർക്കമില്ല.